السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 138. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മിയും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഹംദും പറയൽ സുന്നത്തുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഈ വിഷയം പറഞ്ഞെടുത്ത് ഫുഖഹാ മറ്റൊരു വിഷയം പറയുന്നത് കാണും. യജ്ഹറു ബിഹിമ, അതായത് ബിസ്മിയും ഹംദും ഉച്ചത്തിൽ കൊണ്ടുവരൽ സുന്നത്തുണ്ട്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ചൊല്ലുന്ന ബിസ്മി ഇത്തിരി ശബ്ദമുയർത്തിക്കൊണ്ട് ബിസ്മി ചൊല്ലുക. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഹംദും അങ്ങനെ തന്നെ ഇത്തിരി ശബ്ദമുയർത്തിക്കൊണ്ട് പറയുക. ഇതും സുന്നത്താണ്. എന്താണിതിൻ്റെ കാര്യം? ശബ്ദമുയർത്തിക്കൊണ്ട് ബിസ്മിയും ഹംദും പറയുമ്പോൾ ചില ആളുകളെങ്കിലും കൂട്ടത്തിൽ ബിസ്മി ചൊല്ലാതെ കഴിക്കാൻ തുടങ്ങിയവരോ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം ഹംദ് ചൊല്ലാതെ മറന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയും. ഈ ശബ്ദത്തിലുള്ള ബിസ്മി കേൾക്കുമ്പോൾ, ഹംദ് കേൾക്കുമ്പോൾ. അപ്പോൾ മറ്റുള്ളവർക്ക് പിന്തുടർന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന നിലക്ക് ബിസ്മിയും ഹംദും ഉച്ചത്തിൽ കൊണ്ടുവരൽ സുന്നത്തുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം നമുക്കും പാലിക്കാം. ഈ സുന്നത്ത് മുറുകെ പിടിക്കാം. ഇതുവഴി വേറെ ആളുകൾ ബിസ്മി ചൊല്ലാനും ഹംദ് പറയാനും നമ്മുടെ ബിസ്മിയും ഹംദും കാരണമായാൽ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കുമല്ലോ. ആകയാൽ ബിസ്മിയും ഹംദും അല്പം ശബ്ദമുയർത്തി പറയുന്ന ശീലം നമുക്ക് ശീലിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.